നമസ്കാരം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി.ജെ.പി. രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നെന്ന് LDF കൺവീനർ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മതേതര പാർട്ടികൾ ഇത് തിരിച്ചറിയണം. അതുപോലെ തന്നെ ബാബരി മസ്ജിദ് പള്ളി തകർക്കുന്ന സമയത്ത് കോൺഗ്രസിലെ രാജ്യം ഭരിച്ചിരുന്നെന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. മതം മതത്തിന്റെ വഴിക്ക്, വിശ്വാസം വിശ്വാസത്തിന്റെ വഴിക്ക്, രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോകട്ടെ. ഒരാളുടെ വിശ്വാസത്തിലും രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല. ഇവിടെ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണത്. ഇത് തിരിച്ചറിയാൻ മതനിരപേക്ഷ പാർട്ടികൾക്ക് കഴിയണമെന്നും പി ജയരാജൻ പറഞ്ഞു. മന്ത്രിമാരുടെ വകുപ്പ് മുഖ്യമന്ത്രി തീരുമാനിക്കും. ഏത് വകുപ്പും ആർക്കും ആവശ്യപ്പെടാം. തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. LDFന്റെ പരിധിയിൽ വരുന്ന വിഷയമല്ലെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. സമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തേക്കില്ലെന്ന് പുതിയ റിപ്പോർട്ട്. ക്ഷണം കിട്ടിയ പ്രധാന നേതാക്കൾ പോകില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ചടങ്ങിലേക്ക് പ്രതിനിധികളെ അയക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഘടകങ്ങളോട് പരസ്യ പ്രസ്താവന വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിക്കും വിയോജിപ്പുണ്ടെന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു. സോണിയാഗാന്ധിക്കും ഖാർഗെയ്ക്കും പുറമെ അധിർ രഞ്ജൻ ചൗധരിക്കാണ് കോൺഗ്രസിൽ നിന്ന് ക്ഷണം കിട്ടിയത്. എന്നാൽ പങ്കെടുക്കുന്നതിൽ വിയോജിപ്പുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് തീരുമാനമായില്ലെന്ന് ആം ആദ്മി പാർട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും വിമർശനവും ഉയർന്നു വരുന്നുണ്ട്.